നമസ്കാരം. മന്ത്രി സജി ചെറിയാന്റെ കൺമുന്നിൽ വെച്ചാണ് എം.എൽ.എ. ഉമാ തോമസ് അപകടത്തിൽപ്പെട്ടത്. 15 അടി താഴ്ചയിലേക്ക് വീണ എം.എൽ.എ. താഴെയുണ്ടായിരുന്നവർ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചു. എന്നിട്ടും മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനത്തിലടക്കം പങ്കെടുത്താണ് മടങ്ങിയത്. എറണാകുളം എംപിയും കോൺഗ്രസ് നേതാവുമായ ഹൈബി ഈഡൻ വേദിയിലെത്തി. അപകടത്തിന് ശേഷമാണ് ഹൈബി എത്തിയതെന്നാണ് സൂചന. ഏതായാലും നടി ദിവ്യ ഉണ്ണിയുടെ റെക്കോർഡ് നേട്ടം ആസ്വദിക്കുന്നതിൽ നിന്നും മന്ത്രിയെയും എം.പിയെയും മറ്റ് പൗരപ്രമുഖരെയും ഒന്നും ഉമാ തോമസിനുണ്ടായ ദുരന്തം ബാധിച്ചില്ല. ആളുകൾ ഉമാ തോമസിനെ അതിവേഗം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇതിനുശേഷം പരിപാടിയിൽ വലിയ സങ്കോചമൊന്നുമില്ലാതെ മന്ത്രിയും എം.പിയും പങ്കെടുത്തു. രണ്ടുപേരും ഇതിനിടെ എന്തോ സംസാരിക്കുന്നതും മറ്റും പരിപാടിയുടെ തത്സമയ സംപ്രേഷണത്തിൽ വ്യക്തം. ഇങ്ങനൊരു അപകടത്തിന്റെ സൂചനകൾ പോലും ആ തത്സമയ വീഡിയോയിൽ കാണിച്ചതുമില്ല. ആ വീഡിയോ വ്യക്തമായി പരിശോധിച്ചാൽ ഒരു ഘട്ടത്തിൽ മന്ത്രിയുടെ അടുത്തെത്തി ADGP ശ്രീജിത്ത് എന്തോ പറയുന്നുണ്ട്. അത് കേട്ട് മന്ത്രി തലയിൽ കൈവെക്കുന്നത് കാണാം. പക്ഷേ പരിപാടി വിട്ട് ആശുപത്രിയിലേക്കോ മറ്റോ ആ ഘട്ടത്തിൽ പോയില്ല. അപകടത്തിന്റെ രൂക്ഷത മന്ത്രിക്ക് മനസ്സിലായി എന്നും ആ തലയിൽ കൈവച്ചതിൽ വ്യക്തം. ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് നടത്തുന്ന നൃത്ത പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കുന്നതിനിടയിലായിരുന്നു അപകടം. കൊച്ചി കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ പന്തിരായിരം നർത്തകരുടെ ഭരതനാട്യ പരിപാടിയിൽ അതിഥിയായി എത്തിയതായിരുന്നു ഉമാ തോമസ്. മൃദംഗ വിഷൻ എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് മൃദംഗനാദം എന്ന പേരിൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. നടിയും നർത്തകിയുമായ ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിലായിരുന്നു നൃത്ത പരിപാടി. ആൽക്കാസിന്റെ പ്രധാന സ്പോൺസർഷിപ്പിലുമായിരുന്നു പരിപാടി. സ്റ്റേഡിയത്തിൽ ഗ്രൗണ്ടിനോട് ചേർന്ന 10 അടിയിലേറെ ഉയരത്തിലാണ് VIP ഗാലറി ഒരുക്കിയിരുന്നത്. പരിപാടിക്കെത്തിയ MLA താഴത്തു നിന്ന് നടന്നു കയറി VIP ഗാലറി ഭാഗത്തെത്തി. ഉദ്ഘാടകനായ മന്ത്രി സജി ചെറിയാനെ കണ്ടതോടെ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിനടുത്തേക്ക് നടന്നു നീങ്ങാനൊരുങ്ങുന്നതിനിടയിലായിരുന്നു അപ്രതീക്ഷിതമായ വീഴ്ചയെന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞതെന്നാണ് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റ് മാധ്യമ റിപ്പോർട്ടിംഗിൽ ഇത്തരത്തിൽ തന്നെയാണ്. സുരക്ഷയുടെ ഭാഗമായി റിബൺ കോർത്തായിരുന്നു ഗാലറിയിൽ നിന്ന് താഴേക്കുള്ള ഭാഗത്ത് വേർതിരിച്ചിരുന്നതെന്നാണ് സൂചന. അതായത് ഉമാ തോമസ് വീഴുന്നതടക്കം മന്ത്രി കണ്ടിട്ടുണ്ടെന്ന് സാരം. നിയമസഭയിലെ സഹപ്രവർത്തകയ്ക്ക് വീണ് ഗുരുതര പരിക്കേറ്റിട്ടും ഉദ്ഘാടനം തീരും വരെ അവിടെ മന്ത്രി തുടർന്നു. MLAക്ക് ഗുരുതര പരിക്കേറ്റെന്ന് അറിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ മന്ത്രി ആശുപത്രിയിൽ ഓടിയെത്തുകയാണ് പതിവ്. ഇവിടെ ആരും കണ്ടില്ല. മന്ത്രിയോട് പരിപാടിക്കിടെ ചെവിയിൽ പറയുന്നതെല്ലാം തത്സമയ വീഡിയോയിലും കാണാം. ദൃശ്യശ്രാവ്യ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന മൃദംഗ വിഷ്ണു നേതൃത്വത്തിൽ വൈകിട്ട് 6-നായിരുന്നു കലൂർ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ പരിപാടി നിശ്ചയിച്ചിരുന്നത്. ഇതിനു മുൻപ് തമിഴ്നാട്ടിൽ 10,500 നർത്തകിമാർ പങ്കെടുത്ത ഭരതനാട്യത്തിനാണ് ഗിന്നസ് റെക്കോർഡുള്ളത്. ഇത് മറികടക്കാനായിരുന്നു ശ്രമം. അതിലവർ വിജയിക്കുകയും ചെയ്തു. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് അദ്ദേഹത്തിൻ്റെ മകൻ ദീപാങ്കുരൻ സംഗീതം നൽകി പിന്നണി ഗായകൻ അനൂപ് ശങ്കർ ആലപിച്ച ഗാനത്തിന് അനുസൃതമായിട്ടായിരുന്നു നൃത്തം ചിട്ടപ്പെടുത്തിയത്. 50ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള 7 വയസ്സിന് മുകളിൽ പ്രായമുള്ള നർത്തകരാണ് പങ്കെടുക്കാനെത്തിയത്. പരിപാടി കാണാൻ വൈകിട്ട് 3 മണി മുതൽ തന്നെ കാണികൾ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ എത്തി തുടങ്ങിയിരുന്നു. ഇതിനിടയിലായിരുന്നു അപ്രതീക്ഷിത അപകടം. വീഴ്ചയ്ക്കിടെ കോൺക്രീറ്റ് പാളിയിൽ MLAയുടെ തലയിടിച്ചു. കോൺക്രീറ്റ് പതിച്ച തറയിലേക്കാണ് ഒരു വശം ചരിഞ്ഞു വീണത്. തലപൊട്ടി നിലയ്ക്കാതെ രക്തപ്രവാഹം ഉണ്ടായിരുന്നു. ഉടൻ സംഘാടകരും സ്ഥലത്തുണ്ടായിരുന്ന ഡോക്ടറും മറ്റുള്ളവരും ഓടിയെത്തി തൊട്ടടുത്ത പാലാരിവട്ടം റിനേ മെഡിസിറ്റി ആശുപത്രിയിൽ MLA എത്തിക്കുകയും ചെയ്തു. ഇതിനുശേഷം പരിപാടിയിലെല്ലാം മുറ പോലെ നടന്നു. ഇത്തരത്തിലെ ദുരന്തമുണ്ടായിട്ടും നൃത്തത്തിനപ്പുറമുള്ള ആഘോഷവും വേദിയിലുണ്ടായി. മൃദംഗ വിഷൻ സംഘടിപ്പിച്ച പരിപാടിക്ക് ഗിന്നസ് അധികൃതർ റെക്കോർഡ് സർട്ടിഫിക്കറ്റ് കൈമാറി. ചലച്ചിത്ര സീരിയൽ താരങ്ങളായ ദേവി ചന്ദന, ഉത്തര ഉണ്ണി, ദിവ്യ ഉണ്ണി, ഋതു മന്ത്ര, പാരിസ് ലക്ഷ്മി തുടങ്ങിയവരും നൃത്തമാടി. കേരളത്തിന് പുറമെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് രാജ്യങ്ങൾ, US, UK, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള നർത്തകർ പങ്കെടുത്തു. 8 മിനിറ്റ് നീണ്ട റെക്കോർഡ് ഭരതനാട്യം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. ഗോകുൽ ഗോപകുമാറും സംഘവും ഗാനങ്ങൾ അവതരിപ്പിച്ചു. മൃദംഗ വിഷൻ പ്രീമിയം ആർട്സ് മാഗസിൻ ചടങ്ങിൽ പ്രകാശനം ചെയ്തു.